ഗൈസ്, സോ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകളാണല്ലേ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ മാത്സിലെ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ നിങ്ങൾ നോക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മിസ് ചെയ്യാൻ പോവാണ്, പറഞ്ഞുതരാൻ പോവാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആൻഡ് ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൽ ആദ്യം മക്കൾ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നുള്ളത് നിങ്ങൾ അറിയണം. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്താണ് നിങ്ങൾ അറിയണം. എന്താണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി? അതായത് മിസ് ഒരു ലൈന് വരച്ചു, ആ ലൈനിന്റെ മുകളിൽ മിസ് എന്ത് ചെയ്യാണ്, മറ്റൊരു ലൈൻ ഇത് അങ്ങനെ വരയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾ, അതായത് ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും, 180 ഡിഗ്രി കിട്ടും. അതാണ് ലീനിയർ പെയർ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് 130 ഡിഗ്രി എന്നാൽ ഇത് എന്തായിരിക്കും? ഇത് എന്ന് പറയുന്നത് 180 മൈനസ് 130, അതായത് ഇത് 50 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും ഒരു ലൈനിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ടാക്കുന്ന, ഒരു വര ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, കോണ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എതിർ കോണുകൾ എന്താണെന്ന് കൂടി നിങ്ങൾ പഠിച്ചു നോക്കണം. എതിർ കോൺ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്താന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഞാൻ ഒരു ലൈന് വരച്ചു, ആ ലൈൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ലൈനിനെ മറ്റൊരു ലൈന് വന്ന് ഇങ്ങനെ ഒന്ന് ഇന്റർസെക്ട് ചെയ്യാണ്. ഓക്കെ, മറ്റൊരു ലൈന് വന്ന് കൂട്ടിമുട്ടും. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇതൊരു 70 ഡിഗ്രി ആണെങ്കിൽ ഇവനും എന്ത് തന്നെയാണ്, 70 ഡിഗ്രി തന്നെയാണ്. ഇനി മക്കള് പറഞ്ഞേ, അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് ഉണ്ടാവുക? ഈ ആംഗിൾ മിസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈനിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും അല്ലെ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 180 മൈനസ് 70 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ആണ്. ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ക്രോസ് ആയിട്ട് വരുന്ന ഇവനും എന്തായിരിക്കും, 110 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, 110 ഡിഗ്രി തന്നെ ആയിരിക്കും. അതാണ് ഇവന്മാര് എതിർക്കോണ് എന്താണ് എന്നുള്ളത്. ഇനി അടുത്ത നോക്ക്, എന്താ ഇങ്ങനൊരു ലൈൻ വരച്ചേ, ഇങ്ങനൊരു ലൈനും, അതായത് കുത്തനെ രണ്ട് ലൈൻസ് വരികയാണെങ്കിൽ, ഇതുപോലെ രണ്ട് ലൈൻസ് ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി ആംഗിൾ. അതിനെ നമ്മൾ ഇങ്ങനെ കേവ് പോലെയല്ല, ഇതുപോലെ എഴുതുക, 90 ഡിഗ്രി ആംഗിൾ. ഇതിനെ നമ്മൾ എന്താ പറയാ അറിയോ? ഈ 90 ഡിഗ്രി ആംഗിളിനെ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. എന്താ പറയാ? റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണ് എന്നാ പറയാ. എന്താണ്? റൈറ്റ് ആംഗിൾ മട്ടകോണ്. ഈ കാര്യങ്ങൾ എന്തായാലും ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും പഠിച്ചു വെക്കണം. നമുക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് ആവശ്യമായിട്ട് വരും. ഇനി അടുത്തതാണ് നമ്മൾ പാരലൽ ലൈൻസിലേക്ക് പോകുന്നത്. പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരുപോലെ നോക്ക്, ഇതുപോലെ പോകുന്ന ലൈൻസ് ആണ് പാരലൽ ലൈൻസ്. അതായത് ഒരുപോലെ റോഡൊക്കെ കണ്ടില്ലേ, റോഡിൽ ആ വൈറ്റ് വരകൾ കണ്ടില്ലേ, ഒരുപോലെ ഉണ്ടാവുക, അത് പാരലൽ ലൈൻസ് ആണ്. അതാണ് സമാന്തര വരകൾ. അതൊരിക്കലും കൂട്ടിമുട്ടില്ല. ആൻഡ് ഓൾസോ എല്ലായിടത്തും നോക്കിയാലും അതെന്തായിരിക്കും, ഒരേ ലെങ്ത് ആയിരിക്കും. ഇവന്മാർ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. ഇത് നോക്ക്, ഇവൻ ഞാൻ ഇങ്ങനെ വരച്ചാൽ ഇതിന്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അല്ലെ. ഇതിങ്ങനെ മുന്നോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു പോയിന്റിൽ എന്ത് ചെയ്യും, ഇത് കൂട്ടിമുട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ആൻഡ് ഓൾസോ എവിടെ നോക്കിയാലും ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ അവനാണ് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. ഇതെന്താ നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ആൻഡ് ഓൾസോ ഇതിനുള്ള എക്സാമ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്കുക. റോഡ്, ജനല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ജസ്റ്റ് റണ്ണിങ് ട്രാക്ക്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് ഓർമ്മ വേണ്ട മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഒരു ലൈനെ ആ ലൈനിന്റെ മുകളിൽ ഞാൻ രണ്ട് പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ഇവന്മാർ രണ്ടാളും പാരലൽ ആയിട്ടുള്ള ലൈനാണ്. അപ്പൊ ഇവിടെ ഇവന്മാർ രണ്ടാളും പാരലൽ ആയിട്ടുള്ള ലൈനാണെങ്കിൽ ഇതിന്റെ ചെരിവ്, ഇതിന്റെ ഈ ഭാഗത്തേക്കുള്ള ചെരിവ് 30 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെതും ഈ ഭാഗത്തേക്കുള്ളത് 30 ഡിഗ്രി ആവണം. ഓക്കെ, അപ്പൊ എപ്പോഴും ആലോചിക്കുക, രണ്ടും ഒരുപോലെ ചെരിഞ്ഞ് കിടക്കുന്ന ഈ രണ്ട് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. പാരലൽ ആവണമെങ്കിൽ എന്താവണം, അതിന്റെ ഒരേ ചെരിവിലായിരിക്കണം. ഇത് 30 ഡിഗ്രി ചെരിവിലാണെങ്കിൽ ഇത് 30 ഡിഗ്രി ചെരിവിലാവണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്,
ഇവിടെ ഇത് എത്രയായിരിക്കും? ഇത് 30 ആണെങ്കിൽ ഇത് നമുക്കറിയാം 180 ഡിഗ്രിയാ. ഇത് 180 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇതും 180 ഡിഗ്രി ആയിരിക്കും. ഇതും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കാനുള്ളത് 2 പാരലൽ ലൈൻസ് തന്നെ. മീൻസ് 2 പാരലൽ ലൈൻസ്, 2 പാരലൽ ലൈൻസ്. ആ 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ, ഒരു ചെരിഞ്ഞ വര വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യാണ്. ഇത് ചെരിഞ്ഞൊരു വര വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ അവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ചെറിയ ആംഗിളുകളിൽ ഏതാ? ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്. നിങ്ങൾ നോക്ക്, ഇവിടെ എത്ര ആംഗിളുകൾ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾ ഉണ്ട് അല്ലെ? 8 ആംഗിൾ. ഈ ഒരു ജംഗ്ഷനിൽ 4 ആംഗിളും കൂടി, ഈ ഒരു ജംഗ്ഷനിൽ 4 ആംഗിളും, ഈ ജംഗ്ഷനിൽ 4 ആംഗിളും കൂടിയിട്ട് 8 ആംഗിൾ ഉണ്ട്. ഈ 8 ആംഗിളിൽ മക്കൾ മനസ്സിലാക്കുക, ചെറിയ ആംഗിൾ, അതായത് ഇത് ചെറുത് ആംഗിളാണ്, ഇത് ചെറിയ ആംഗിളാണ്, ഇത് ചെറിയ ആംഗിളാണ്, ഇത് ചെറിയ ആംഗിളാണ്. ചെറിയ ആംഗിൾ ഒക്കെ ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇത് വലിയ ആംഗിളാണ്, ഇത് വലിയ ആംഗിളാണ്, ഇത് വലിയ ആംഗിളാണ്, ഇത് വലിയ ആംഗിളാണ്. വലിയ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ചെറിയ ആംഗിൾസ്, അതായത് സ്മോൾ ആംഗിൾസ് ഈക്വൽ ആണ്, ലാർജ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരു സ്മോൾ ആംഗിളും അതുപോലെ തന്നെ ഒരു ലാർജ് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് വരും നോക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലൊരു ഫിഗർ വന്നു. 2 പാരലൽ ലൈൻസ് ആണ് ഇവന്. ആ 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്നിട്ട് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യാണ്. അപ്പൊ ഇവര് പറയാണ് ഇത് 30 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബാക്കിയൊക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാലോ. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഇവനും 30 ഡിഗ്രിയാണ്, ഇവനും 30 ഡിഗ്രിയാണ്, ഇവനും 30 ഡിഗ്രിയാണ്. ഏതായിരിക്കും വലിയ ആംഗിൾ? ചെറിയ ആംഗിളും വലിയ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടും അല്ലെ? ഇത് 30 ആണെങ്കിൽ ഇത് 150 ആണ്, ഇത് 150 ആണ്, ഇത് 150 ആണ്, ഇത് 150 ആണ്, ഇതും 150 ആണ്. സോ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്ത കുറച്ച് ആംഗിൾസിന്റെ പേരുകളാണ് ഇനി മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആംഗിൾസിന്റെ പേരുകളാണ്. അപ്പൊ ആംഗിൾസിന്റെ പേരുകൾ മക്കൾ നോക്കേ. ആംഗിൾസിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്താണ് ആദ്യത്തെ ആൾക്കാർ? കറസ്പോണ്ടിങ്. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സമാന കോണുകളാണ്. ആരാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകളാണ്. കറസ്പോണ്ടിങ് ആംഗിൾ സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് പാരലൽ ലൈൻസ്, 2 പാരലൽ ലൈൻസ്. ആ 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്ന് ഇതുപോലെ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് ആണ്. അതായത് ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ മോളിൽ ഈ യെല്ലോ വരന്റെ മോളിൽ വലത് ഭാഗത്തല്ലേ ഇവന്, അതുപോലെ ഈ ഒരു ജംഗ്ഷനിൽ മോൾ ഭാഗത്ത് വലതിലല്ലേ ഇവന്. ഇവന്മാർ രണ്ടാളും ഈക്വൽ ആയിരിക്കും. അതുപോലെ മോളിൽ ഇടത് ഭാഗത്തുള്ള ഇവനും മോളിൽ ഇടത് ഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്ക്, നമ്മളുടെ താഴെ വലത് ഭാഗത്തുള്ള ഇവനും താഴെ വലത് ഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ഇനി നോക്ക്, അടുത്ത് താഴെ ഇടത് ഭാഗത്തുള്ളവനും താഴെ ഇടത് ഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ്റെ ഇവിടെ ഒന്ന് നോക്കി നോക്ക്. മോളിൽ വലത് ഭാഗത്തുള്ള ഇവനും ഈ ഒരു ജംഗ്ഷൻ 2 ജംഗ്ഷൻ മക്കൾ കാണില്ലേ? ഇതൊന്നുണ്ട്, ഇതൊന്നുണ്ട്. മോളിൽ വലത് ഭാഗത്തുള്ള ഇവനും 30 ആണ്, മോളിൽ വലത് ഭാഗത്തുള്ള ഇവനും 30 ആണ്. അപ്പോൾ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അതെന്തായിരിക്കും? ഒരേ പൊസിഷനിലുള്ള ആംഗിൾ എപ്പോഴും ഈക്വൽ ആണ്, തുല്യമാണ്. ഇനിയാണ് അടുത്തത് നമ്മളുടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ആരാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. എന്താ പേര്? ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ മറുകോണുകൾ എന്നാ പറയാ. മറുകോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്നിട്ട് ഇതുപോലെ ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മറുകോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 ജംഗ്ഷൻ കാണാലോ. അവിടെ മോളിൽ വലത് ഭാഗത്തുള്ളതും ഇവിടെ മോളിൽ വലത് ഭാഗത്തുള്ളതും അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മോളിൽ വലത് ഭാഗത്ത്, ഇവിടെ താഴെ ഇടത് ഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്ക്, ഇതെന്തായിരിക്കും? ഇതിന്റെ മറുകോണ് അല്ലെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മോളിൽ ഇടത് ഭാഗത്താണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? താഴെ. ഇത് ഇവിടെ മുകളിലാണ്, ഇവിടെ താഴെ, ഇവിടെ ഇടതാണ്, ഇവിടെ വലത് ഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്ക്, താഴെ വലത് ഭാഗത്തുള്ള ഇവനും മോളിൽ ഇടത് ഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത എന്തായിരിക്കും? വേറെ കളറൊന്നുമില്ലേ?
താഴെ ഇടതുഭാഗത്തുള്ള ഇവനും മുകളിൽ വലതുഭാഗത്തുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റ്. ഇവന്മാരെന്താണ്? ഈക്വൽ ആണ്, തുല്യമാണ്. ഓക്കെ, തുല്യമാണ്. ഇനി അടുത്ത് നോക്കിയടാ, ഇനി അടുത്ത് ഈസി ഉള്ള രണ്ടാൾക്കാരാണ്. അതാണ് കോ ഇന്റീരിയർ. എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ. ആന്തര സഹകോണുകൾ. അതുപോലെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ബാഹ്യ സഹകോണുകൾ. ഓക്കെ, ബാഹ്യ സഹകോണുകൾ. ഇവന്മാര് രണ്ടാളും ആന്തര സഹകോണും ബാഹ്യ സഹകോണും. വെരി ഈസിയാണ്. അപ്പൊ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് മിസ്സിന്റെ കയ്യിൽ. ആ രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ കോ ഇന്റീരിയർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ഒരേ ഭാഗത്ത് ഉള്ളിൽ, അതായത് രണ്ട് പാരലൽ ലൈൻസിന്റെയും ആന്തരം, ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരേ ഭാഗത്തുള്ള ഈ രണ്ടാംഗിളും ഈക്വൽ ആണെന്നല്ല, ഈ രണ്ടാളുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതുപോലെ ഏതായിരിക്കും മറ്റൊരു പേര്? ഉള്ളിൽ ഒരേ ഭാഗത്ത് ഇവനും ഇതും എന്തായിരിക്കും? ഇവർ രണ്ടാളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. വേണമെങ്കിൽ നോക്കി നോക്ക്. 150ഉം 30ഉം കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 180 കിട്ടി. അതുപോലെ തന്നെ കോ എക്സ്റ്റീരിയർ ആംഗിൾസും. കോ എക്സ്റ്റീരിയർ എന്തായിരിക്കും? അതുപോലെ രണ്ട് പാരലൽ ലൈൻസിനെ ഇവരെന്ത് ചെയ്യുന്നു? മറ്റൊരു ലൈന് വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? ഒരേ ഭാഗത്ത് പുറത്തുള്ളവന്മാരാണ് കോ എക്സ്റ്റീരിയർ. അതായത് ഒരേ ഭാഗത്ത് പുറത്ത്. അതുപോലെ ഇവനും ഉണ്ടാവും, അതുപോലെ ഇവനും ഉണ്ടാവും. ഇതും എന്താണ്? ഇതും ഈക്വൽ അല്ല. എന്താ ഉണ്ടാവുക? ഇവന്മാരുടെ സമ്മും 180 ആണ്. ഇവന്മാരുടെ സമ്മും 180 ആണ്. ഇതാണ് മക്കൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിന്റെ ബേസിക് കാര്യം പഠിച്ചു വെച്ചാൽ കഴിഞ്ഞു. അതായത് മിസ് പറഞ്ഞത് ത്രൂ ഉള്ളൂ. എന്തായിരുന്നു? ഇവന് പറഞ്ഞു ചെറിയ ആംഗിൾ ഈക്വൽ, വലിയ ആംഗിൾ ഈക്വൽ. ഇനി ഇതിന്റെ കുറച്ച് പേരുകൾ പഠിച്ചു. കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്? ഒരേ പൊസിഷനിലുള്ളത്. ഓപ്പോസിറ്റ് പൊസിഷനിലാണെങ്കിൽ മറുകോണ്, ആൾട്ടർനേറ്റ് ആണ്. ഉള്ളിൽ ഒരേ ഭാഗത്ത് കോ ഇന്റീരിയറും പുറത്തൊരേ ഭാഗത്ത് കോ എക്സ്റ്റീരിയറും ആണ്. ഇത് നമ്മൾ പഠിച്ചു. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് പോകുന്നത്? ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്ക്. ഇനി എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ, അതായത് ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? ഈ ആംഗിൾ എത്ര എന്നാണ് ചോദിക്കുക. ഈ ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾ വെറുതെ ഇവന്മാരൊന്ന് നീട്ടി വരച്ചു നോക്കടാ. ഇവന്മാരൊന്ന് ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു നോക്ക്. ഇങ്ങനെതാ, ഇവനെ നീട്ടി വരച്ചു, ഇവനെ നീട്ടി വരച്ചു, ഇവനെയും നീട്ടി വരച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇവന്മാർ രണ്ടാളും ആരാ? ഇത് ഈ ഒരു ജംഗ്ഷനിൽ താഴെ ഇടത് ഭാഗത്ത്, ഈ ജംഗ്ഷനിൽ മുകളിൽ വലത് ഭാഗത്ത്. ഇവന്മാർ രണ്ടാളും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ, മറുകോണുകളാണ്. ഇത് 50 ആണെങ്കിൽ ഇത് 50. അപ്പൊ എപ്പോഴും ആലോചിക്കുക, നമ്മളുടെ ഇതുപോലെ പിക്ചർ തന്നാലും ഇതുപോലെ പിക്ചർ തന്നാലും ഇതുപോലെ പിക്ചർ തന്നാലും ഇങ്ങനെ എങ്ങനെ പിക്ചർ തന്നു കഴിഞ്ഞാലും ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾസോ അടുത്തൊരാളാണ് ഇങ്ങനത്തെ എം തരാറുണ്ട്. ഇതുപോലെയുള്ളൊരു എം തരാറുണ്ട്. ഇങ്ങനെ കിടന്നിട്ടും മലർന്നിട്ടും ഒക്കെ ഉള്ള. എന്നിട്ട് ഇവർ പറയും ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അങ്ങനെയെങ്കിൽ ഇത് 30യും ഇത് 50യും ആണ് എങ്കിൽ ഇവൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഫിഗർ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ ഒരു ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് വരയ്ക്കുക. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുക? നടുക്കൂടെ ഒരു ലൈന് വരയ്ക്കുക. മിസ് ഇപ്പം പഠിപ്പിച്ചൊന്നൊരു കാര്യമല്ലേ. അതായത് എവിടെ നിങ്ങൾ Z കണ്ടു കഴിഞ്ഞാലും ഇത് 30 ആണെങ്കിൽ എന്തായിരിക്കും? ഇതും 30 ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവൻ 30 ആയതുകൊണ്ട് ഈ ഒരു ഇത്രയും ഭാഗം 30 ആണ് അല്ലെ. ഇത്രയും ഭാഗം നോക്ക്, ഇത്രയും ഭാഗം 30 ആണ്. അതെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിളാ. അതുപോലെ തന്നെ വേറൊന്നും ഇവന് ഇത് 50 ആണെങ്കിൽ ഇവൻ എത്രയാണ്? ഇവനും 50 ആണ്, ഇവൻ 50 ആണ്. സോ ഇതെന്താ വരിക? 30 + 50. ഈ ആംഗിൾ എത്ര വരിക? 80 ഡിഗ്രി ആണ്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, എം ഇങ്ങനെ ചിലപ്പം തരും, W പോലെ ഇങ്ങനെ തരും, ഇങ്ങനെ തരും, ഇങ്ങനൊക്കെ
ഒക്കെ തന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ രണ്ട് ലൈൻസ് ഈ പാരലൽ ആണെങ്കിൽ, സമാന്തരമാണെങ്കിൽ, ഈ കുഞ്ഞു രണ്ട് ആംഗിൾ കൂട്ടിയാൽ ഇവിടെ ഉണ്ടാവുന്ന നടുവുള്ള ആംഗിൾ കിട്ടും. ഇവന്മാർ രണ്ടാളെയും കൂട്ടിയാൽ ഇവനെ കിട്ടും, ഇവന്മാർ രണ്ടാളെയും കൂട്ടിയാൽ ഇവനെ കിട്ടും, ഇവന്മാർ രണ്ടാളെയും കൂട്ടിയാൽ ഇവനെ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. ഇതാ നോക്ക്, ഇവർ പറയാണ് ഇൻ ദ ഫിഗർ ലൈൻസ് എ ബി ആൻഡ് ഡി ഇ ആർ പാരലൽ, ബി എ സി 30 ഡിഗ്രിയാണ്, എ സി ഡി 88 ഡിഗ്രിയാണ്. വാട്ട് ഇസ് സി ഡി ഇ? ചിത്രത്തിൽ എന്തായിരിക്കും? ചിത്രത്തിൽ എ ബി ഡി ഇ എന്നിവ സമാന്തരമാണ്. സി ഡി ഇ എത്ര? സി ഡി ഇ ഈ ആംഗിൾ എത്ര എന്നാണ് നമ്മളോട് ചോദ്യം. ഈ ആംഗിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ മക്കൾ എന്ത് കാണുന്നുണ്ട്? ഇതാ നോക്കി, ഇവിടെ മക്കൾ എം കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇവന്മാർ രണ്ടാളും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് എടുത്ത് വരയ്ക്കും. ഇവനെങ്ങനെ വരയ്ക്കും? എന്നിട്ട് നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഇവന്മാർ രണ്ടാളും കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 88 കിട്ടുന്നത് അല്ലെ. ഇവന്മാർ ഉള്ളിലുള്ള രണ്ടെണ്ണം കൂട്ടിയാലാണ് 88 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 88 നിന്നും 35 കുറച്ചാൽ മതി. അതായത് 3, 5, 53 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അവിടെ എം ഉണ്ട്. മിസ് പറഞ്ഞിട്ടുണ്ട് എമ്മിന്റെ ഉള്ളിലുള്ള ഇവന്മാർ രണ്ടാളെയും കൂട്ടിയാൽ നടുവിലുള്ളവനെ കിട്ടും. അപ്പൊ നടുവുള്ളവനെയും തന്നിട്ടുണ്ട്, ഇവനെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇവനെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 88 നിന്നും 35 കുറച്ചാൽ മതി. 35നോട് 53 കൂടി കൂട്ടുമ്പോഴാണ് 88 കിട്ടുന്നത്. അങ്ങനെ ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ കാര്യം? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികമാണ്. പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തിൽ മക്കൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, അതായത് ഇവന്മാര് ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും പാരലൽ ആയിരിക്കും അല്ലെ. പാരലലോഗ്രാമിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായിരിക്കും. അപ്പൊ ഇവൻ 55 ഡിഗ്രി നമുക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആംഗിൾസും നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് രണ്ടും പാരലൽ ആണ്. ആ പാരലൽ ലൈന് ഇങ്ങനെ ഒരു ലൈന് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഇത് 55 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 180 മൈനസ് 55 അല്ലെ. അതായത് എത്രയാ വരിക? 60, 70, 80, 25, 125 വരും അല്ലെ. 125 ഡിഗ്രി ആയിരിക്കും വരാം. ബിക്കോസ് എന്താ? നമുക്ക് നോക്ക്, നമുക്ക് കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് 180 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇവന്മാർ രണ്ടാളും കോ ഇന്റീരിയർ ആണ്, ആന്തര സഹകോണാണ്. ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 നിന്നും 55 കുറയ്ക്കുന്ന 125 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ കാര്യമല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയും കാണാം. ഇത് 125 ആണെങ്കിൽ ഇവർ രണ്ടാളും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇത് 125 ആണെങ്കിൽ 125നോട് 55 കൂട്ടിയാലാ 180 ആവുക. അപ്പൊ ഇത് 55 ആയിരിക്കും. ഇനി അടുത്ത് നോക്ക്, ഇത് 55 ആണെങ്കിൽ ഇവൻ എത്ര ആയിരിക്കും? 125 ആയിരിക്കും. അപ്പൊ ഇനി മുതൽ മക്കൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, ഏതൊരു സാമാന്തരികം തന്നു കഴിഞ്ഞാലും അതിൽ ഒരു ആംഗിൾ തന്നാൽ ഇത് 150 തന്നു, ഒരു ആംഗിൾ തന്നാൽ ബാക്കിയൊക്കെ കാണാം. എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ കണ്ടുപോകൊന്നും വേണ്ട. സാമാന്തരികത്തിൽ 180 ആണെങ്കിൽ ഇവൻ എത്ര വരിക? ഈ 180നോട് എത്രയും കൂടെ കൂട്ടിയാലാ 180 ആവുക? 30 അല്ലെ. ഇത് 180 ആണെങ്കിൽ ഇത് 30. ഇത് 180 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഇവനും 180 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഇവനും 30 ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ സൈഡിലത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവൻ നിങ്ങൾക്ക് വരയ്ക്കാനും പറയും. വരയ്ക്കാൻ പറയുമ്പോൾ നോ പ്രോബ്ലം. ആദ്യം 5 സെന്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുന്നേ 5 സെന്റിമീറ്റർ. അപ്പൊ മക്കൾക്ക് അറിയാം ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ വരിക? ഇത് പറയുന്നത് 180 മൈനസ് 60 120 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 120 ആണ്. ഇത് 60 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 60 ആണ്. അതുപോലെ ഇത് 5 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 5 ആണ്. ഇത് 3 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 3 ആണ്. അത് ആദ്യമേ എഴുതി വെക്കുക. അപ്പൊ 5 സെന്റിമീറ്റർ ലൈൻ വരച്ചേ. ഇനി 3 സെന്റിമീറ്ററിൽ 60 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്തു? 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. അതുപോലെ ഇവിടെ 120 ഡിഗ്രിയിൽ എന്ത് ചെയ്തു? 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇവന്മാരെ ജസ്റ്റ് കൂട്ടി യോജിപ്പിച്ചാൽ നമ്മളുടെ സാമാന്തരികമായി. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇത്രയേ ഉള്ളൂ. സാമാന്തരികം വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കിൾ സം ആണ്. എന്താണ്? ട്രയാങ്കിൾ സം. അപ്പൊ ട്രയാങ്കിൾ സമ്മിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു ത്രികോണം എടുക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ 3 കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 180 ഡിഗ്രിയാ കിട്ടുക. എത്ര കിട്ടുക? 180 ഡിഗ്രിയാ കിട്ടുക. അപ്പൊ നിങ്ങളോട് ചിലപ്പം ചോദിക്കുന്നതാണ്, ഇതാ ഇങ്ങനെ ഒരു ത്രികോണം തരും. ഇവർ പറയും ഇതൊരു മട്ട ത്രികോണമാണ് എന്ന് പറയും. എന്താ ത്രികോണാണ്? മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറയും. എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറയും. എന്താണ് ഈ റൈറ്റ് ട്രയാങ്കിൾ?
റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കോണ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കോണുള്ളതിനെയാണ് എന്ത് പറയുന്നത്? റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം എന്ന് പറയുന്നത്. എന്നിട്ട് അതിലത്തെ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾക്കറിയാലോ, ഒന്ന് 90 ഒന്ന് 30 ആണെങ്കിൽ അടുത്ത എത്രയായിരിക്കും? 180 നിന്നും 90 + 30 കുറച്ചാൽ മതി. അതായത് 180 നിന്നും 120 കുറച്ചാൽ മതി. അതായത് 60 ഡിഗ്രി ആയിരിക്കും അല്ലെ? 60 ഡിഗ്രി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതാണ് ട്രയാങ്കിൾ സം. ഇനി കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ. ഇത് 40 ഡിഗ്രി, ഇത് 25 ഡിഗ്രി. ബാക്കി നമുക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇത് 25ഉം ഇത് 40 ആണെങ്കിൽ നിങ്ങൾ കണ്ടോ, അവിടേക്ക് ഇവന്മാർ രണ്ടാളും പാരലലാണ്, ഇവന്മാർ രണ്ടാളും പാരലലാണ്. അപ്പൊ ഇവിടെ ഒരു എം കാണുന്നില്ലേ മക്കൾ? ഇവിടെ ഒരു എം കാണുന്നില്ലേ? അപ്പൊ ഈ എമ്മിൽ ഇത് 25 ആണ്, ഇത് 40 ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും? 25 + 40 ആണ്. അതായത് 65 ഡിഗ്രി ആയിരിക്കും ഇവൻ എന്ന് പറയുന്നത് അല്ലെ? 65 ഡിഗ്രി ആയിരിക്കും ഇവൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ നോക്ക്. ഇതൊരു നമ്മളുടെ ചതുരാണ്. ചതുരം എന്താണ്? ഇവിടെ ഒക്കെ 90 ഡിഗ്രി ഇങ്ങനെ കുത്തനുള്ള ആംഗിൾ അല്ല ഉണ്ടാവുക. അതായത് റൈറ്റ് ആംഗിൾ ഉണ്ടാവുക. ഇതൊക്കെ 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇവരൊക്കെ 90 ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 50. ഇത് 90 ഉണ്ടാവുക മൊത്തത്തിൽ. ഇത് 25 ആണെങ്കിൽ ഇത് എത്ര വരിക? 90 - 25 ആയിരിക്കും. അങ്ങനെ ഈ ഒരു സാധനം വെച്ചിട്ട് മക്കൾ ഇങ്ങനെ കണ്ടാൽ മതി. അതുപോലെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എക്സാമിന് ഇവൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവൻ എന്ന് പറയുന്നത് നോക്ക്. ഇവന്മാർ പറയുന്നത് ഈ ഒരു ലൈനും അതുപോലെ ഈ ഒരു ലൈനും പാരലലാണ്. അങ്ങനെയെങ്കിൽ ഇവർ പറയാണ് ഇത് 110 ആണ്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് 80 ആണ്. ബാക്കിയുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ പാരലൽ ലൈൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളുടെ ഇതിൻ്റെ താഴെ 110 ആണെങ്കിൽ ഇവിടെയും ഇതൊക്കെ പാരലല്ലേ, ഇതും 110 ആയിരിക്കും. ഇവന്റെയും താഴെ 110 ആയിരിക്കും. ഇതിന്റെ മുകളിൽ 80 ആണ്, ഇതിന്റെ മുകളിലും 80 ആയിരിക്കും. ഇവിടെ സൈഡിൽ ഇതിന്റെ മുകളിലും 80 ആയിരിക്കും. ഇതാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. ഇനി നമ്മളുടെ ലീനിയർ പെയർ ആലോചിച്ച് നോക്കുക. രേഖീയ ജോഡി. ഇത് 110 ആണ്, ഇത് എത്രയാ വരിക? 70 ആണ്. ഇത് 110 ആണെങ്കിൽ ഇത് 70 ആണ്. ഇത് 110 ആണെങ്കിൽ ഇത് 70 ആണ്. ഇത് 80 ആണ്, ഇത് എത്ര വരിക? 100 ഡിഗ്രിയാണ്. ഇതും എത്ര ആയിരിക്കും? 100 ഡിഗ്രിയാണ്. ഇതും എത്ര ആയിരിക്കും? 100 ഡിഗ്രിയാണ്. ഇനി അടുത്ത് നോക്ക്. ഈ ട്രയാങ്കിൾ മുകളിൽ കാണുന്നുണ്ട് മക്കള് ഇല്ലേ? ഇത് 70 ആണ്. ഇതാ ഇങ്ങനൊരു ട്രയാങ്കിൾ ഇല്ലേ? ഇങ്ങനൊരു ട്രയാങ്കിൾ. ഇത് 70 ആണ്, ഇത് 80 ആണ്. ഇവൻ എത്ര വരിക? 180 നിന്നും 70 + 80 കുറച്ചാൽ മതി. അതായത് 180 നിന്നും 150 കുറച്ചാൽ മതി അല്ലെ? അതായത് എത്ര വരിക? 30 ഡിഗ്രിയാണ് ആര് വരിക? ഇവൻ വരിക. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ മക്കൾക്ക് തന്നു കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ പോയിന്റ്സിലെയും ആംഗിൾസ് കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് ബാക്കി ചെയ്യുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, നമ്മൾ ചാപ്റ്ററും പഠിച്ചു അല്ലെ? അപ്പോൾ ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം എന്നുണ്ടെങ്കിൽ മക്കൾ എന്തായാലും എന്ത് ചെയ്യുക? നമ്മളുടെ ബാച്ചിലേക്ക് വരാം. ബാച്ചിൽ ഇപ്പോൾ ഓഫേഴ്സും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ 2499 രൂപയ്ക്കാണ് നമുക്ക് ബാച്ച് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് കുഞ്ഞു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഇവിടുന്ന് കോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഒരു ഓഫർ ലോക്ക് ചെയ്ത് വെക്കുക. ഓഫർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. സോ മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.